ഇതൊരു ഹിന്ദുമത സ്ഥാപനത്തിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ഹർജിക്കാരുടെ വാദം. അത് കപിൽ സിബൽ ചോദിക്കുന്നു. മതേതര സ്വഭാവത്തിലാണ് ഭരണഘടനയുടെ അനുച്ഛേദം 26 സ്വഭാവം എന്ന കാര്യവും കൂടി കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഭരണഘടനയുടെ അനുച്ഛേദം 26 മുതൽ 25 മുതൽ 30 വരെയുള്ള 6 അനുച്ഛേദങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ കഴിയില്ല. അങ്ങനെ അതിന് വിരുദ്ധമായ ഒരു നിയമനിർമ്മാണം നടത്തിയാൽ അത് ഭരണഘടനാ വിരുദ്ധമാകും. അതുകൊണ്ട് തന്നെ അത് മതേതര സ്വഭാവത്തിലുള്ളതാണ്. ഭരണഘടനയുടെ 25, 26, 27, 28 മുതൽ 30 വരെയുള്ള അനുച്ഛേദങ്ങൾ അതിന് വിരുദ്ധമായാണ് വഖഫ് നിയമം എന്ന കാര്യവും കൂടി ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. വഖഫ് സ്വത്തിൽ തീരുമാനമെടുക്കുന്നത് ഒരു സ്വത്ത് വഖഫ് ആണോ എന്ന് തീരുമാനമെടുക്കുന്നത് ജില്ലാ കളക്ടറാണ്. പുതിയ നിയമം നിർവചിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു തീരുമാനം ജില്ലാ കളക്ടർ എടുത്താൽ അതിനെ ചോദ്യം ചെയ്യാനാവില്ല. അപ്പീൽ പ്രൊവിഷൻ ഇല്ല. അങ്ങനെ അപ്പീൽ പ്രൊവിഷൻ ഇല്ലെങ്കിൽ, അതായത് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ ഒരു സ്വത്ത് വഖഫ് അല്ലാതാകുമെങ്കിൽ ആ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യവും കൂടി ഹർജിക്കാർ വാദമായി ഉയർത്തുകയും ചെയ്തു. ഹിന്ദുമതത്തെ ഈ രീതിയിൽ കാണുന്നില്ല എന്നാണ് ഹർജിക്കാർ വ്യക്തമാക്കിയത്. പുരാതന മുസ്ലിം മത സ്മാരകങ്ങളുടെ വഖഫ് സ്വഭാവം നഷ്ടപ്പെട്ടില്ലെന്ന് സുപ്രീം കോടതി വാദത്തിനിടയ്ക്ക് നിരീക്ഷിക്കുകയും ചെയ്തു. ഹർജിക്കാർ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വാദം മുസ്ലിങ്ങളല്ലാത്തവർക്കും ബോർഡിൽ പ്രാതിനിധ്യം നൽകുന്നത് അവശ്യ മതാചാരത്തിന്, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന് വിരുദ്ധമാണ് എന്ന കാര്യവും കൂടി ഹർജിക്കാർ ഉയർത്തുകയും ചെയ്തു. അവശ്യ മതാചാരവും ഭരണനിർവഹണവും വ്യത്യസ്തമാണ് എന്ന കാര്യമാണ് ഈ വഖഫ് ബോർഡിലെ അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ, ഈ ബെഞ്ചിലെ മറ്റൊരംഗം, നിരീക്ഷിച്ചത്. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെക്കാൾ പ്രാതിനിധ്യം അമുസ്ലിങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു ഹർജിക്കാർ ഉയർത്തിയ മറ്റൊരു വാദം. അതായത് ഒരു വഖഫ് ബോർഡിൽ 22 അംഗങ്ങളുണ്ടാകും. അതിൽ 10 പേർ മുസ്ലിങ്ങളായിരിക്കും. ബാക്കി 12 പേർ സർക്കാരിന്റെ നാമനിർദ്ദേശം ഉൾപ്പെടെയുള്ളവ ആയി വരുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഒരു വഖഫ് ബോർഡിൽ, സംസ്ഥാന തലത്തിലുള്ള വഖഫ് ബോർഡിൽ 10 പേർ മുസ്ലിങ്ങളും 12 പേർ അമുസ്ലിങ്ങളും ആയിരിക്കുമെന്നാണ്. അമുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം മുസ്ലിങ്ങളെക്കാൾ ലഭിക്കുമെന്നാണ് ഹർജിക്കാർ പറഞ്ഞത്. നാമനിർദ്ദേശത്തിലൂടെയാണ് അമുസ്ലിങ്ങൾക്ക് ബോർഡിൽ പ്രാതിനിധ്യം നൽകുന്നത്, ഈ രീതിയിൽ പ്രാതിനിധ്യം നൽകുന്നതെന്നും ഹർജിക്കാർ നിലപാടെടുത്തു. 3 നൂറ്റാണ്ട് പഴക്കമുള്ള വഖഫ് സ്വത്തിനും രേഖകൾ ആവശ്യപ്പെടുന്നുവെന്നതാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ സംഭവിക്കുന്നതെന്നാണ് ഹർജിക്കാർ ഉയർത്തിയ മറ്റൊരു വാദം. വഖഫ് തർക്കത്തിലെ അപ്പീൽ അവകാശം ഇല്ലാതാക്കി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഹർജിക്കാർ വാദമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നിയമത്തിലൂടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ഒരു ഘട്ടത്തിൽ ഹർജിക്കാർക്കെതിരെ നിരീക്ഷണം നടത്തി. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്, ഇക്കാര്യം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാനാവില്ല എന്നായിരുന്നു ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണവും. വഖഫ് സ്വത്ത് കയ്യേറുന്നവർക്ക് നിയമപരമായ അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതി എന്ന് ഹർജിക്കാർ നിരീക്ഷിച്ചു. എല്ലാ ഹർജികളും ഒരു ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടാം എന്ന കാര്യമാണ് ചീഫ് ജസ്റ്റിസ് ആദ്യം അക്കാര്യത്തിൽ പറഞ്ഞത്. ഒന്നുകിൽ സുപ്രീം കോടതി തന്നെ ഇതിൽ വാദം കേൾക്കാം, അല്ലെങ്കിൽ ഇത് മറ്റൊരു ഹൈക്കോടതിക്ക് വിടാം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിലപാടെടുത്ത് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇത് നേരത്തെയും പല നിയമങ്ങളും ഈ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ദശാബ്ദങ്ങളോളമായി അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്, തീരുമാനമെടുത്തില്ല. ഇതും അങ്ങനെ 30 വർഷങ്ങൾക്കപ്പുറമായിരിക്കാം ഒരുപക്ഷെ തീരുമാനമെടുക്കുന്നത്. അത് ഹർജിക്കാരുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന കാര്യം ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഹർജിക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഈ നിരവധിയായ ചോദ്യങ്ങൾക്ക് ഇന്ന് സുപ്രീം കോടതിയിൽ മറുപടി നൽകി. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് നിയമനിർമ്മാണം നടത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഇതിനായി JPC സംയുക്ത പാർലമെന്ററി സമിതി 38 യോഗങ്ങൾ ചേർന്നു. 98,02,000 നിവേദനങ്ങൾ JPC പരിശോധിച്ചു. നിരവധിയായ സ്ഥലങ്ങൾ, വഖഫ് ഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ JPC അംഗങ്ങൾ സന്ദർശിച്ചു. ഇതിനുശേഷമാണ് നിയമനിർമ്മാണത്തിലേക്ക് എത്തിയത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തത്. രജിസ്റ്റർ ചെയ്ത സ്വത്ത്, വഖഫ് സ്വത്ത് അതേപടി തുടരുമെന്ന കാര്യവും കൂടി കേന്ദ്ര സർക്കാർ മറുപടിയായി പറയുകയും ചെയ്തു. 1923 ആദ്യ വഖഫ് നിയമത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നിയമ ഭേദഗതിയെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കാരണം അന്നു മുതൽ തന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം മാൻഡേറ്ററിയാണ്, അത് അനിവാര്യമായ ഒന്നാണ് എന്നാണ് 1923 വഖഫ് നിയമത്തിലും പറയുന്നത്. അതിന്റെ തുടർച്ചയായാണ് 2025 നിയമ ഭേദഗതി എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്.
രജിസ്റ്റർ ചെയ്യാത്ത ഭൂമിയെങ്കിൽ മുത്തവല്ലി ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് ഹർജിക്കാർ വാദമായി ഉയർത്തി. എന്നാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ നൽകിയ മറുപടി 1995 മുതലുള്ള സാഹചര്യം അതാണ് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ മറുപടി. സുപ്രീം കോടതി അംഗീകരിച്ച വഖഫ് ഉപയോക്താവിനെ ഈ നിയമ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കിയെന്ന കാര്യവും കൂടി സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയും ചെയ്തു. എന്തായാലും സുപ്രീം കോടതി ഇതിന്മേൽ അന്തിമമായ ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കി. പക്ഷേ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആ നിരീക്ഷണങ്ങൾ എന്നത് അതാണ് ശ്യാം, സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ, ഏറെ പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ കോടതിയിൽ ഇന്ന് നടന്നിട്ടുണ്ട്. എന്തായാലും നാളെ 2 മണിക്ക് വീണ്ടും വാദം കേൾക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കേസിൽ ഇടക്കാല ഉത്തരവ് ഇറക്കാമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഇടക്കാല ഉത്തരവ്. അത് നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നാളെ തന്നെ വ്യക്തത വരും. 3 വിഷയങ്ങളിൽ ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് കോടതി പറയുന്നത്. ശ്യാം, ചില പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ, അത് അതിക്രമങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയാണ്. അത് എത്രത്തോളം പ്രസക്തമാണ് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ശ്യാം? പലയിടങ്ങളിൽ, അതായത് സംഭലിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുസ്ലിം മതസ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുണ്ട്. അക്കാര്യത്തിൽ നേരത്തെ ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴടക്കം ചീഫ് ജസ്റ്റിസ് മതേതരത്വം ഉയർത്തിപ്പിടിക്കുകയും അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി ഭാഗമായാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ ബെഞ്ച് അതിന്റെ സിറ്റിംഗ് അവസാനിപ്പിച്ച് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് എണീക്കുന്ന ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് അത്തരമൊരു വാചകം പറയുന്നത് അതിക്രമങ്ങൾ, രാജ്യത്ത് മതങ്ങൾ തമ്മിൽ നടക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്ത് ചീഫ് ജസ്റ്റിസ് നിരീക്ഷണമായി പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊരു സുപ്രധാനമായ നിരീക്ഷണമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ആ രീതിയിലുള്ളൊരു ഉത്തരവ് എന്തായാലും നാളെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സുപ്രധാനമായതാണ്. കാരണം ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സ്റ്റേ ചെയ്യുന്ന തുടർ നടപടികളും, അതായത് രാജ്യത്തെ വിവിധ കോടതികളിൽ നിലവിലുള്ള എല്ലാ തർക്കങ്ങളിലും ഒരു തീരുമാനവും എടുക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്ന അത്രയ്ക്ക് സുപ്രധാനമായൊരു തീരുമാനം എടുത്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ഒരുപക്ഷെ നാളെ വരാനിരിക്കുന്ന ഇടക്കാല ഉത്തരവെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുന്ന ഒരു നിലപാടാണ് ഇന്ന് വാക്കാൽ സുപ്രീം കോടതി പറയുകയും ചെയ്തത്. കാരണം പ്രത്യേകിച്ചും വഖഫ് സ്വത്തുക്കൾ, നിലവിലെ വഖഫ് സ്വത്തുക്കൾ അതിൽ മാറ്റപ്പെടുത്തരുത്, അത് വഖഫ് സ്വത്ത് അല്ല എന്ന രീതിയിൽ പരിഗണിക്കരുത്, അത് അങ്ങനെ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ജില്ലാ കളക്ടർമാർക്ക് നടപടികൾ തുടരാമെന്ന കാര്യവും കൂടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. എന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിന് വിധേയമാകുമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. വഖഫ് ബോർഡുകളിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി 2 അമുസ്ലിങ്ങളെയാണ് നിയമിക്കും എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ നിയമിക്കുകയാണെങ്കിൽ അതാകാം, കാരണം നിയമം നിലവിൽ പ്രാബല്യത്തിലുണ്ട്. എന്നാൽ മറ്റ് അംഗങ്ങൾ, മറ്റ് 20 പേർ മുസ്ലിങ്ങൾ തന്നെയായിരിക്കണം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അക്കാര്യത്തിൽ നിയമത്തിൽ പറയുന്ന 5 വർഷം മുസ്ലിം മതാചാര പ്രകാരം ജീവിച്ച ഒരാളായിരിക്കണം ഇങ്ങനെ ബോർഡിലേക്ക് മുസ്ലിം മതത്തിൽ നിന്ന് വരുന്നത് എന്ന് നിർബന്ധിക്കാൻ പാടില്ല എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. ഹർജികളിൽ നാളെയും വാദം കേൾക്കാം എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. നാളെ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം വിശദമായ മറുപടി നൽകാമെന്ന് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് സാവകാശവും കൂടി തേടി. എന്നാൽ കൂടുതൽ വാദങ്ങൾ അവതരിപ്പിക്കാനുണ്ട് എന്ന കാര്യം ഹർജിക്കാരും സുപ്രീം കോടതി അറിയിച്ചു. തുടർന്നാണ് ഈ ഹർജി, ഒരു കൂട്ടം ഹർജികൾ, ഏതാണ്ട് 144ഓളം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ആ എല്ലാ ഹർജികളിലും ഏതാണ്ട് സമാനമായ വാദങ്ങളാണ്. പക്ഷേ ഇതെല്ലാ ഹർജികളിലും ഒരുമിച്ച് വാദം കേൾക്കാനാകില്ല. പ്രസക്തമായ വാദങ്ങൾ മുതിർന്ന അഭിഭാഷകർ മുഖേന അവതരിപ്പിക്കുക, വാദങ്ങൾ ആവർത്തിക്കരുത് എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ഇന്നത്തെ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അത് വഖഫ് സ്വത്തിന്റെ സ്വഭാവം ജില്ലാ കളക്ടർമാർ തീരുമാനിക്കുന്നത് ശരിയോ എന്ന നിലപാട് സുപ്രീം കോടതി എടുക്കുന്നുണ്ട്. വഖഫല്ല, ഒരു സ്വത്ത് വഖഫല്ല എന്ന് ജില്ലാ കളക്ടർ തീരുമാനിച്ചാൽ അത് എങ്ങനെ ഒരു സുതാര്യമായ തീരുമാനമാകുമെന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. കാരണം ജില്ലാ കളക്ടർ എന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുകളുടെ താല്പര്യങ്ങൾ ആ ജില്ലാ കളക്ടർമാരുടെ തീരുമാനത്തിന് സംസ്ഥാന സർക്കാരുകളുടെ താല്പര്യത്തിന്
വിധേയമായി ഒരുപക്ഷെ ജില്ലാ കളക്ടർമാർ തീരുമാനമെടുക്കും. അങ്ങനെയെങ്കിൽ അത് സുതാര്യമായ ഒരു തീരുമാനമാകില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചത്. മാത്രമല്ല, ഈ വഖഫ് സ്വത്തിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് നേരത്തെ തന്നെ സുപ്രീം കോടതി നിലപാടെടുത്തിട്ടുണ്ട്. അതിന് സുപ്രീം കോടതിയുടെ തന്നെ വിധിന്യായമുണ്ട്. അതിനെ എങ്ങനെ ഈ പാർലമെന്റിന്റെ നിയമനിർമ്മാണത്തിലൂടെ മറികടക്കാനാകും എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദിച്ചു. അതായത് അങ്ങനെ മറികടന്നാലും സുപ്രീം കോടതി ഒരു നിലപാട് സ്വീകരിച്ചതിൽ നിന്ന് വിധേയമായി പാർലമെന്റിന് നിയമം നിർമ്മിക്കാം. അതിന് വിരുദ്ധമായ നിയമം നിർമ്മിച്ചാൽ അത് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതിക്ക് ഒരു ഘട്ടത്തിൽ കണ്ടെത്താനാകും എന്ന കാര്യമാണ് പരോക്ഷമായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് സർക്കാരല്ല, അല്ലെങ്കിൽ പാർലമെന്റ് അല്ല. പാർലമെന്റിന് അങ്ങനെ ഒരു ഉത്തരവിടാനുള്ള അധികാരമില്ല എന്ന് സുപ്രീം കോടതി ഇപ്പുറത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്ന കാര്യമാണ് ചീഫ് ജസ്റ്റിസ് മറ്റൊരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയും ചെയ്തത്.